എനിക്ക് എക്സാമിൻ്റെ തിരക്ക് കഴിയാനും വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഇപ്പം എനിക്ക് വെക്കേഷൻ തുടങ്ങി. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഒക്കെ ഇടാം. പിന്നെ ഞാൻ പണ്ടത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ഫിഷ് ടാങ്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ഫിഷ് ടാങ്കാണ് കാണാൻ പോകുന്നത്. നമുക്ക് വീഡിയോ പോകാം. ഇതാണ് എൻ്റെ ഫിഷ് ടാങ്ക്. ഇതിൻ്റെ ചുറ്റും ഓരോ മരങ്ങൾ ഞങ്ങൾ സിമെൻ്റ് കൊണ്ട് കവർ ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇത് ഞങ്ങൾ എല്ലാ ഫുള്ള് ഫാമിലി കൂടി ഉണ്ടാക്കിയതാണ്. നമുക്ക് ഇത് കൊക്കോൻ്റെ മരമാണ്. ഇതിൻ്റെ നമ്മുടെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ ഇതിൻ്റെ ഒരു കൊക്കോ കഴിക്കണ വീഡിയോ ഇടാം. പിന്നെ ആ കാണുന്നത് കൊടംപുളിയാണ്. പിന്നെ അവിടെ കാണുന്ന മരം മാംഗോസ്റ്റീനാണ്. ഇത് രണ്ട് പനയാണ്. പിന്നെ നടുക്കുള്ളത് ചക്കയാണ്. ഇനി നമുക്ക് നമ്മുടെ മീനുകൾ കാണാൻ പോകും. ഫിഷ് ടാങ്ക് ഇതിൽ കുറേ തരം മീനുകളുണ്ട്. ജാപ്പനീസ് കാർപ്പ് ഉണ്ട്, പിന്നെ നമ്മുടെ സ്യൂഡോ കാർപ്പ് ഉണ്ട്, പിലോപ്പി ഉണ്ട്, കരിമീനുണ്ട്. പിന്നെ ഈ കാണുന്നത് ഞങ്ങൾ ബ്രാലിട്ട് വെച്ചിട്ടാണ്. അത് ചാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മീനുകളൊക്കെ തിന്നും. അത് കാരണം അച്ഛനായിട്ട് ഇട്ട് വെച്ചിട്ടാണ്. പിന്നെ ഇതിൽ ഗോൾഡൻ ഫിഷ് ഉണ്ട്. പിന്നെ ഇതിലൊരു ചക്കറുണ്ട്. അത് ഭയങ്കര വലുതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല. അഥവാ കാണുകയാണെങ്കിൽ ഞങ്ങൾ കാണിക്കാം. പിന്നെ ഈ മീനുകളെല്ലാം ഞങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കാം. ഈ കാണുന്ന മീനാണ് ബ്രാല്. ഇത് ഞങ്ങൾ ചാടിക്കൊണ്ട് ഇട്ട് വെച്ചിരിക്കാന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ ഞാൻ കാണിച്ചു തരാണ്. കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഉണ്ടാക്കിയതാണ്. ഇതിൽ കുറേ ലെയേഴ്സായിട്ട് ഉണ്ടാക്കിയുള്ളത്. സ്പോഞ്ച്, മെറ്റല്, പിന്നെ പെബിൾസ് ഞങ്ങളുടെ അതൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയുള്ളത്. പിന്നെ ഒരു പാറ്റിൽ കുറേ കുഞ്ഞു മീനുകളുണ്ട്. നമുക്ക് കാണാം. പിന്നെ ഞങ്ങളുടെ കുഞ്ഞു മീനുകൾ ഇതിനെ വലയിട്ട് പിടിച്ചിട്ട് ഞങ്ങൾ ഞെക്കി കഴിഞ്ഞാൽ ചാവും. അത് തന്നെ ഞാൻ മെല്ലെ കയ്യിൽ പിടിച്ചിട്ടുള്ളൂ. കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല. ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനലിലെ പ്രൊഫൈലിൻ്റെ സ്ഥലം. അപ്പോൾ ഗൈസ് നമ്മൾ ടാങ്ക് കണ്ടു കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞത് കൊക്കക്കായ നമുക്ക് തിന്നുന്ന വീഡിയോ ഇടാന്ന്. അപ്പോൾ ഇത്ര നേരം ഞാൻ പൊട്ടിക്കാൻ ഭയങ്കര കഷ്ടപ്പെട്ട് മരത്തിനൊക്കെ കയറി നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പൊട്ടിച്ചിട്ട് തിന്ന് നോക്കാം. പൊട്ടിയിട്ട് ഇതാണ് നമ്മുടെ കൊക്കക്കായ. ഇത് നമ്മൾ അലിയിച്ചിട്ട് തിന്ന് കഴിയുമ്പോൾ ഒരു കുരു കിട്ടുമ്പോൾ അത് ഉണക്കിയിട്ട് നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ കേക്കൊക്കെ ഉണ്ടാക്കുക. കഴിച്ചേക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞു നമ്മുടെ കൊക്കോൻ്റെ കുരു ഉണക്കിയിട്ടാണ് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കണേ. അപ്പോൾ നമ്മുടെ ഫിഷ് ടാങ്ക് വീഡിയോയുടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ബൈ ബൈ.